പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സാക്ഷാൽ ദ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നർ വിരമിച്ചിരിക്കുന്നു. ബ്രോക്ക് ലെസ്നർ തന്നെ അദ്ദേഹം ഇൻ്റർവ്യൂയിലൂടെ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു. പാറ്റ് മക്ഫിയുടെ പോഡ്കാസ്റ്റിൽ ഒരു ഗസ്റ്റായിട്ട് വന്ന ഇൻ്റർവ്യൂവിലാണ് ബ്രോക്ക് ലെസ്നർ ഇന്ന് രാവിലെ അദ്ദേഹം വിരമിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത പങ്കുവെക്കുന്നത്. എല്ലാവർക്കും നന്ദിയുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് താൻ റിട്ടയർ ചെയ്തു എന്നുള്ളത് ബ്രോക്ക് ലെസ്നർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇത് മറ്റുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു വാർത്തയല്ല. നിങ്ങളിൽ പല കൂട്ടുകാരും ഈ ഒരു ന്യൂസ് ഇതിനോടകം തന്നെ കേട്ടിട്ടുണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. ബ്രോക്ക് ലെസ്നർ ഇനി WWE റിങ്ങിലേക്ക് ഇറങ്ങില്ല എന്നുള്ളതും ബ്രോക്ക് ലെസ്നർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റെസ്ലിംഗ് കരിയറിന് വിരാമം വിട്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ബ്രോക്ക് നിലവിൽ നടത്തിയിരിക്കുന്നത്. ബ്രോക്ക് ആ ഒരു പോഡ്കാസ്റ്റിൽ വെച്ച് പറയുന്നത് താൻ സാധാരണ ഒരു കുടുംബത്തിൽ, ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു റെസ്ലർ മാത്രമാണ്. തനിക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു, അതുകൊണ്ടാണ് തനിക്ക് ഇവിടം വരെ എത്തി നിൽക്കാൻ സാധിച്ചത്. അപ്പോൾ ബാക്കിയുള്ളവർക്കൊരു അഡ്വൈസ്, മോട്ടിവേഷൻ കൊടുക്കുന്ന പോലെ നിങ്ങളും സ്വപ്നം കാണുക, നിങ്ങളും ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങൾക്കും എൻ്റെ പോലെ ഈ ഒരു സ്ഥാനത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള ഒരു അഡ്വൈസും കൂടി കൊടുത്തിട്ടാണ് ബ്രോക്കിൻ്റെ ആ ഒരു ഗസ്റ്റ് റോൾ ആ പോഡ്കാസ്റ്റിൽ അവസാനിക്കുന്നത്. അപ്പോൾ ഈ പാറ്റ് മക്ഫി ഷോയിൽ വെച്ചിട്ടാണ് ആദ്യമായി ബ്രോക്ക് ലെസ്നർ റിട്ടയർ ചെയ്തു എന്നുള്ളത് ബ്രോക്ക് ലെസ്നർ വെളിപ്പെടുത്തുന്നത്. റെസ്ൽമേനിയ 42 അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്ലൗസും ബൂട്ട്സും ഒക്കെ ബ്രോക്ക് ലെസ്നർ ഊരി റിങ്ങിൽ വെച്ചു എന്നുണ്ടെങ്കിലും അത് എന്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് മാധ്യമങ്ങളിലൊക്കെ വന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച്, മീഡിയാസൊക്കെ കവർ ചെയ്തതനുസരിച്ച് നമ്മളും റിപ്പോർട്ട് ചെയ്തതായിരുന്നു റെസ്ൽമേനിയ 42 ബ്രോക്ക് ലെസ്നറിൻ്റെ WWE കരിയറിന് വിരാമമായി എന്നുള്ളത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഒബാഫെമിയുമായിട്ടുള്ള ഒരു സ്റ്റോറിയും മത്സരവും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ബ്രോക്ക് തിരികെ വന്നു. ഒബാഫെമിക്കെതിരെ പിന്നീട് 2 മത്സരങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടു. ഏറ്റവും അവസാനമായി കഴിഞ്ഞ സമ്മർ സ്ലാം 2026 ബ്രോക്ക് ലെസ്നറിൻ്റെ ഹോം ടൗൺ എന്നറിയപ്പെടുന്ന മിനിസോട്ടയിൽ വെച്ച് നടന്ന മത്സരത്തിൽ, ഹെൽ ഇൻ എ സെൽ മത്സരത്തിൽ ഒബാഫെമിയോട് പരാജയപ്പെട്ടതിന് ശേഷം ഒബാഫെമിയാണ് ഫ്യൂച്ചർ, താൻ പാസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഒബാഫെമിയെ നല്ല രീതിയിൽ പുഷ് ചെയ്ത് എടുക്കുകയും ഒബാഫെമിക്ക് വലിയ രീതിയിലുള്ള ഒരു അഭിനന്ദനം കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തുകൊണ്ട് ബ്രോക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിന് വിരാമം വിട്ടു എന്നുള്ളതിൻ്റെ സൂചന നൽകിയെന്നുണ്ടെങ്കിലും ഒരു സ്ഥിരീകരണം കൃത്യമായി ലഭിക്കേണ്ടതുണ്ടായിരുന്നു. അത് ബ്രോക്ക് ലെസ്നറിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നു. ഇന്നലത്തെ റോ എപ്പിസോഡിനിടയിൽ സൂപ്പർ താരമായ റോമൻ റീൻസ് ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു വീഡിയോ പുറത്തേക്ക് വിടുകയുണ്ടായി. അതിൽ ബ്രോക്ക് ലെസ്നറിന് നന്ദി പറഞ്ഞുകൊണ്ട്, അതായത് റെസ്ലിംഗ് ഇൻഡസ്ട്രിക്ക് നൽകിയ സംഭാവനകളും UFC പോയിട്ട് WWE സ്റ്റൈലിൽ വേറൊരു തലത്തിലേക്ക് തന്നെ അദ്ദേഹം കൊണ്ടുപോയി എന്നുള്ളതും, അതുകൂടാതെ റോമൻ റീൻസിൻ്റെ കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് റെസ്ൽമേനിയ 31 ബ്രോക്കിനെതിരെ മത്സരിച്ചതാണെന്നും ബ്രോക്ക് നൽകിയ അഡ്വൈസ് ആണെന്നും റോമൻ റീൻസ് പറഞ്ഞതും ബ്രോക്ക് ലെസ്നർ വിരമിച്ചു എന്നുള്ളതിന് വലിയ ഉദാഹരണമായിരുന്നു. ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ നമ്മളത് പങ്കുവച്ചതുമാണ്. ഇന്നതാ രാവിലെ ബ്രോക്ക് വിരമിച്ചു എന്നുള്ളത് ബ്രോക്ക് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരു റിപ്പോർട്ട് കൂടി റെസ്ലിംഗ് വോട്ട്സ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തേക്ക് വിടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ WWE ബാക്ക് സ്റ്റേജിൽ ക്രിയേറ്റീവ് ടീമിനിടയിൽ 2 അഭിപ്രായം ഉണ്ടായിരുന്നു. ഒന്ന്, ബ്രോക്ക് ലെസ്നർ ചിലപ്പോൾ ഈ ഒരു സമ്മർ സ്ലാമോട് കൂടി വിരമിക്കും, ചിലപ്പോൾ ബ്രോക്ക് ലെസ്നർ മാറി നിന്നിട്ട് റെസ്ൽമേനിയ 43 സമയത്ത് തിരികെ വരും എന്നുള്ളത്. അപ്പോൾ റിട്ടയർമെൻറ്റ് ആ റെസ്ൽമേനിയ 43 വെച്ചിട്ടായിരിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫെയർവെൽ ടൂറ്, അപ്പോൾ ജോൺസിയൊക്കെ കൊടുത്ത പോലെ ഒരു ഫെയർവെൽ ടൂറ്, ഒരു റിട്ടയർമെൻറ്റ് മാച്ച് എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു ടാഗ് ലൈനൊക്കെ കൊടുത്തിട്ട് ബ്രോക്കിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് ചെയ്യാനായിരുന്നു അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബ്രോക്കിന് വേറെ ഐഡിയാസാണ് ഉണ്ടായിരുന്നത്. ബ്രോക്ക് തൻ്റെ ഹോം ടൗണിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഒബാഫെമിയോട് പരാജയപ്പെട്ടത് തന്നെ താൻ റിട്ടയറിലേക്ക് പോകാമെന്നുള്ളത് ബ്രോക്ക് തീരുമാനിക്കുകയായിരുന്നു. അത്തരത്തിൽ തന്നെ അദ്ദേഹം ആഗ്രഹിച്ചു, അത് തന്നെ അവർ നടത്തുകയും ചെയ്തു. WWE താങ്ക് യു ബ്രോക്ക് ലെസ്നർ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോസും ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. റോ എപ്പിസോഡിനിടയിലും ഒരു വീഡിയോ പാക്കേജ് കാണിക്കുകയുണ്ടായി. ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഒരു സ്ഥിരീകരണവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രോക്ക് ലെസ്നർ എന്ന് പറയുന്ന സാക്ഷാൽ ദ ബീസ്റ്റിൻ്റെ കരിയർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി ബ്രോക്ക് ലെസ്നർ റിങ്ങിലേക്ക് ഇറങ്ങില്ല എന്നാണ് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളും ഇങ്ങനെ തന്നെയാണ്. റെസ്ൽമേനിയ 43 സൗദി അറേബ്യയിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ ബ്രോക്കിൻ്റെ ഒരു എൻട്രി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഇനി ഉണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബ്രോക്ക് ലെസ്നർ ആരാധകർ ബ്രോക്കിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. UFC പോയി WWE സ്റ്റൈലിലേക്ക് UFC കൊണ്ടുവന്ന ആളാണ് ബ്രോക്ക്. ബ്രോക്കിൻ്റെ മത്സരങ്ങളിൽ മാത്രമാണ് ആ ഒരു റിയലിസം നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത് റിയൽ ആയിട്ടാണോ എന്ന് പോലും പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. കാരണം അത് ആ ക്യാരക്ടറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്കിൻ്റെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിയുമാണ്, റെസ്ലിംഗ് രീതിയുമാണ് അത് നമുക്ക് റിയൽ ആണ് എന്ന് തോന്നിപ്പിക്കുന്നത്. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഒരൊറ്റ ബ്രോക്ക് ലെസ്നർ മാത്രമേ ഉള്ളൂ. ഇനിയൊരു ബ്രോക്ക് ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.